ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇത് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചാലോ? ബൈബിളിലെ വചനങ്ങൾ ജീവദായകമാണ് എന്ന് പറയാൻ കാരണം എന്ത്? അതിൻ്റെ ഉത്തരം ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് പറയാനായിട്ട് കിട്ടും. അതിനോട് ബന്ധപ്പെടുത്തി തന്നെയാണ് ഇതിൻ്റെ ഉത്തരവും വരുന്നത്. ബൈബിളിലെ വചനങ്ങൾ ജീവദായകമാണ് അങ്ങനെ പറയാനായിട്ട് എന്താണ് കാരണം? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം പൂർണ്ണതയിലെത്താനായിട്ട് എന്താവശ്യമുണ്ട്? ആത്മാവിനും ഭക്ഷണം ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ഭക്ഷണം ആവശ്യമുണ്ട്. ആ ഭക്ഷണമാണ് എന്ത്? ദൈവവചനമെന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗമാണ്, നിത്യതയാണ്. ആ സ്വർഗത്തിലേക്ക് എത്തിച്ചേരാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനുള്ള വഴികാട്ടിയാണ് ബൈബിളിലെ വചനങ്ങൾ. അപ്പോൾ ആ വചനമാണ് നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണം. വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. ഈശോ തന്നെ പറയുന്നുണ്ട്, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കാണ് നിത്യജീവൻ എന്നുള്ളത്. അപ്പോൾ ഈശോയുടെ വചനം അത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കും. ടീച്ചർ ഇന്നലെ പറഞ്ഞല്ലേ, നമ്മളെല്ലാവർക്കും അറിയാം ഈ ഭൂമിയിലാണ് നമ്മുടെ ജീവിതം. നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും. അതെത്ര കാലമാണ് ഈ ജീവിതം ഈ ഭൂമിയിലുണ്ടായിരിക്കാമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഇതിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യജീവിതമുണ്ട്, ഈശോയോടൊപ്പം സ്വർഗത്തിലൊരു ജീവിതമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഏറ്റവും വലിയ മാർഗ്ഗമാണ് എന്ത്? ദൈവവചനം. ഈശോ നമുക്ക് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് അങ്ങോട്ട് എത്തിച്ചേരാൻ പറ്റുകയെന്ന്. അപ്പോൾ ആ വചനങ്ങളെല്ലാം ജീവദായകമാണ്. ഓക്കെ, ദൈവവചനം ജീവദായകമാണ്. ദൈവവചനം ശ്രദ്ധിച്ചു വായിക്കുകയും അതനുസരിച്ച് ജീവിക്കാനും നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ ജീവിതം അതെത്തിച്ചേരാനായിട്ട് നമ്മൾ ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ വചനം എന്ത് ചെയ്യണം? ഈ വചനം ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആവർത്തിച്ച് ഈ വീഡിയോ കേൾക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഗോഡ് ബ്ലെസ് യു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.